വീണയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാരാണ്? റിയാസാണ്. വീണ ഈ മാസപ്പടി കൈപ്പറ്റിയത് എന്നുതൊട്ടാണ്? റിയാസിന്റെ ഭാര്യയായതിനു ശേഷമാണ്. CPM-ന്റെ മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയും CITUവിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും MP-യുമായ ഇളമരം കരീമിന്റെ പിനാമികളാണ്. ഇത് റൂട്ട് അങ്ങോട്ടാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് വീണയെ ഉപയോഗിച്ചും കോഴിക്കോട് ഇരുന്ന് ഇവരും ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമാണ് റിയാസ്. UAE-യിൽ ഒരു ഹുണ്ടി എന്ന് പറയുന്ന രീതിയുണ്ട്. നാട്ടിൽ കാശ് കൊടുത്താൽ UAE-യിൽ അത് അവരെന്ത് ചെയ്യും? ദർഹമായിട്ട് മാറ്റിക്കൊടുക്കും, അത് റിയാലായി മാറ്റിക്കൊടുക്കും. മകനും മരുമകളും പ്രതിയാകുന്ന ഒരു കേസിൽ അമ്മാവന് മാറി നിൽക്കാൻ വേണ്ടി കഴിയോ? ഇതിന്റെ എല്ലാം മൂലധനം പിണറായി വിജയൻ എന്ന പേരാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ്. നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള EDയുടെ അന്വേഷണം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനിലേക്ക് മാത്രമല്ല, വീണയുടെ ഭർത്താവായ അതുകൂടാതെ മുൻ മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസിലേക്ക് നിലവിലിപ്പോൾ നീണ്ടിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് മുഹമ്മദ് റിയാസ് മാത്രമാണോ ഈ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? അതുകൂടാതെ മുഹമ്മദ് റിയാസിൻ്റെ മറ്റു സുഹൃത്തുക്കളും ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കാരണം മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടുള്ളവരുടെ വീടുകളിലേക്ക് ഇക്കഴിഞ്ഞ ദിവസം ED അന്വേഷണം വിപുലീകരിച്ചിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഗോകുൽ ഗോപിനാഥ്. യഥാർത്ഥത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വീണ വിജയനെ മാത്രമാണ്, അല്ലെങ്കിൽ വീണ റിയാസിനെ മാത്രമാണ്, അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയെ മാത്രമാണ് നമ്മൾ മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും പൊതുസമൂഹവും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ CMRലുമായി ബന്ധപ്പെട്ടും ഈ വിഷയത്തിൽ മാസപ്പടി കൈപ്പറ്റി എന്ന് പറഞ്ഞ് നമ്മൾ പ്രതിപ്പട്ടികയിൽ അല്ലെങ്കിൽ പ്രതി ഇനത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വീണയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാരാണ്? റിയാസാണ്. വീണ ഈ മാസപ്പടി കൈപ്പറ്റിയത് എന്നുതൊട്ടാണ്? റിയാസിന്റെ ഭാര്യയായതിനു ശേഷമാണ്. ഈ നിഖിൽ എന്ന് പറയുന്നതും നന്ദു എന്നൊക്കെ പറയുന്ന കുറെ പയ്യന്മാരുടെ ഈ ചെറുപ്പക്കാരുടെ പേരുകൾ കാണുന്നുണ്ട്. ഇവരൊക്കെ കോഴിക്കോട് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളാണല്ലോ. കോഴിക്കോട് അവിടുത്തെ DYFIയുടെ നേതാവ്, ഇന്നലെ DYFIയുടെ മുൻ അവിടുത്തെ ജില്ലാ സെക്രട്ടറി നിഖിലിന്റെ വീട് റെയ്ഡ് ചെയ്തു. നിഖിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിയാസ് എന്ന് പറയുന്നത് സത്യത്തിൽ ഞാൻ എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി പറയുന്നു, CPM-ന്റെ മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയും CITUവിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും MP-യുമായ ഇളമരം കരീമിന്റെ പിനാമികളാണ്. ഇത് റൂട്ട് അങ്ങോട്ടാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് വീണയെ ഉപയോഗിച്ചും കോഴിക്കോട് ഇരുന്ന് ഇവരും ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമാണ് റിയാസ്. അത് പിണറായി വിജയനെയും മകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റിയാസും ഇളമരം കരീമും വസീഫും നിഖിലും അടക്കമുള്ള ആളുകൾ അവരുടെ ഹവാല ഇടപാടുകൾക്ക് വേണ്ടി അധികാരത്തെ കഴിഞ്ഞ 10 വർഷം നിർലോഭമായി ഉപയോഗിച്ചതിന്റെ തെളിവാണ് ED പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ നിങ്ങളുടെ അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ UAE-യിൽ ഒരു ഹുണ്ടി എന്ന് പറയുന്ന രീതിയുണ്ട്. നാട്ടിൽ കാശ് കൊടുത്താൽ UAE-യിൽ അത് അവരെന്ത് ചെയ്യും? ദർഹമായിട്ട് മാറ്റിക്കൊടുക്കും, അല്ലെങ്കിൽ റിയാലായി മാറ്റിക്കൊടുക്കും. ആ പരിപാടിയാണ് ഏകദേശം 2.25 കോടി രൂപയുടെ അടുത്ത് ഈ പറയുന്ന വീണ വിജയൻ നടത്തിയിട്ടുള്ളതെന്നുള്ളതാണ് തെളിവ്. ഏകദേശം 30 കോടി രൂപയുടെ ക്രയവിക്രയങ്ങൾ വീണയുടെ ഡയറിയിൽ നിന്ന് ലഭിച്ചു എന്നാണ് ED കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥം വീണ വിജയൻ, മുഹമ്മദ് റിയാസ്, ഇളമരം കരീം, വസീഫ്, നിഖിൽ, ഇനി പേരുകൾ കൂടിക്കൊണ്ടിരിക്കും. ഇതൊരു ശൃംഖലയാണ്. ഏത് വിധേനയും ആക്രമിച്ചോ അരാജകത്വത്തിലൂടെയോ അഴിമതി ചെയ്തോ പണമുണ്ടാക്കി ആ പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം രാഷ്ട്രീയത്തിലെത്തിയ ആളുകളാണ് ഈ പറയുന്ന ഇളമരം കരീമും റിയാസും വസീഫും നിഖിലും അടക്കമുള്ള 1 ഡസനിലധികം കോഴിക്കോടും അതുപോലെ ഉത്തര മലബാർ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം ആളുകൾ. ഇവരുടെ ലക്ഷ്യം, അവർ പിണറായി ലക്ഷ്യം വെച്ചത്, വീണ വിജയനൊക്കെ ലക്ഷ്യം വെച്ചത് പണസമ്പാദനത്തിനാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് കൂടുതൽ അന്വേഷണത്തിന് തീർച്ചയായും ഒരു സംശയം വേണ്ട. ED സംശുദ്ധമായി ഒരു പോയിന്റിൽ പോലും വ്യതിചലിക്കാതെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ഡയറി കൈക്കലാക്കാൻ കഴിഞ്ഞത്, കൃത്യമായി റെയ്ഡുകൾ നടക്കുന്നത്.
ഇതൊന്നും എല്ലാം വാർത്തയാവുന്നില്ല. കൃത്യമായ റെയ്ഡുകൾ നടക്കുന്നുണ്ട്, എല്ലാ കേന്ദ്രങ്ങളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. ഇവിടെ വ്യാജ സിം ഉപയോഗിച്ചുകൊണ്ട്, ഇന്റർനെറ്റ് ഫോൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കോളുകൾ ചെയ്തിട്ടുണ്ട് വീണ എന്ന തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി, നിലവിൽ പ്രതിപക്ഷ നേതാവിന്റെ വീട് ഉത്തര മലബാറിലെ ചില ഹവാല, കുഴൽപ്പണ, കള്ളപ്പണ ഇടപാടുകാരുടെ ഒരു കേന്ദ്രമായിരുന്നു. ഇത് കോഴിക്കോടേക്കല്ല, തിരിച്ച് തിരുവനന്തപുരത്തേക്കും നീളും. ആ പുതിയ പേരുകൾ ഞാനിപ്പോ പറയുന്നില്ല, പുതിയ പേരുകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും. നമുക്കൊന്നും ആന്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല, നമുക്ക് പ്രവചനം നടത്താനൊന്നും കഴിയില്ല. പക്ഷേ മകനും മരുമകളും പ്രതിയാകുന്നൊരു കേസിൽ അമ്മായിയച്ഛന്, അമ്മാവന് മാറി നിൽക്കാൻ വേണ്ടി കഴിയോ? കാരണം ഇതിന്റെ എല്ലാം പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഇതിന്റെ എല്ലാം മൂലധനം പിണറായി വിജയൻ എന്ന പേരാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവാണ്. എന്തായാലും ഈ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ആൾക്കാർക്കും കൃത്യമായ ബന്ധമുണ്ട് എന്നാണ് BJP നേതൃത്വം നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.